നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ ആദ്യം തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ച്. വിശ്രമജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് സർക്കാരിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നടി മീന ഗണേഷ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നാടകരംഗത്തുനിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേഷ് അഭിനയ കലയ്ക്ക് സമ്മാനിച്ചത് അതുല്യ സംഭാവനകൾ. അന്തരിച്ച തൃശൂർ ആകാശവാണി ഡയറക്ടർ M. ബാലകൃഷ്ണന് നാടിന്റെ പ്രണാമം. സ്വരലയ നൃത്തസംഗീതോത്സവത്തിന് ഒരുക്കങ്ങളായി. നൃത്തസംഗീതോത്സവം 21 മുതൽ ഡിസംബർ 31 വരെ. പ്രമുഖർ അവതരിപ്പിക്കുന്ന 26 പരിപാടികൾ അരങ്ങിലെത്തുമെന്ന് സ്വരലയ സെക്രട്ടറി TR അജയൻ. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിന് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ജഡ്ജി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ശരിയാ, നിങ്ങൾക്ക് 18,000 രൂപ പെൻഷൻ തന്നെ അധികം. ഈ മാന്യ അദ്ദേഹത്തിന്റെ പെൻഷൻ എത്രയാണെന്നറിയാം? ഈ മാന്യ അദ്ദേഹത്തിന്റെ പെൻഷൻ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപ മാസാമാസം വാങ്ങി വെച്ചിട്ടാണ് ഈ മാന്യ അദ്ദേഹം 18,000 രൂപ പെൻഷൻ കൊടുക്കുന്നത് ഈ നാടിനൊരു ബാധ്യതയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരല്പമെങ്കിലും നാണവും മാനവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മാസം തൊട്ട് ആ പെൻഷൻ വേണ്ടത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് വേണം ഈ അന്തസ്സുകെട്ട റിപ്പോർട്ട് പെൻഷൻ ബോർഡിന് സമർപ്പിക്കാൻ. ഈ വിഷയത്തിനകത്ത് കൃത്യമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. സർക്കാർ വിചാരിച്ചാൽ നടക്കും. ഒന്ന്, ഹൈക്കോടതിയുടെയോ പിന്നെ സുപ്രീം കോടതിയുടെയോ ആയിക്കോട്ടെ, ഒരു ജഡ്ജിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേദവാക്യോ ഭരണഘടനാപരമായ ബാധ്യതയൊന്നുമല്ല. വിശ്രമജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് ഭരണകൂടത്തിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന വാദക്കാർ വർദ്ധിച്ചു വരികയാണ്. ഇത്രയും കാലം തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പെൻഷൻ നൽകുന്നതിനെതിരായി നിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ വാദക്കാരായി മാറുന്നത്. 10 വർഷം മുമ്പ് 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന അവശ്യവസ്തുക്കൾ 2000 രൂപ കൊടുത്താലും കിട്ടാത്ത സ്ഥിതിയാണിന്ന്. രൂപയ്ക്ക് മൂല്യം കുറയുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന ജീവിതക്ലേശത്തിന് പരിഹാരമായി പെൻഷൻ മാറണം. AK ആന്റണി മുഖ്യമന്ത്രിയും MV രാഘവൻ സഹകരണ മന്ത്രിയുമായിരിക്കെയാണ് സഹകരണ മേഖലയിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത്. ജഡ്ജിമാരുടെ ശുപാർശകൾ അവസാന വാക്കല്ല. സഹകരണ മേഖലയിലെ പെൻഷൻകാരുടെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, DAയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, C. കൃഷ്ണകുമാർ, KK സുരേഷ് കുമാർ, K. ജനാർദ്ദനൻ, P. മനോമോഹനൻ, R. വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം. അന്തരിച്ച നാടകാചാര്യൻ AN ഗണേഷിന്റെ ഭാര്യയാണ്. ഷൊർണൂർ ചുടുവാലത്തൂർ മനോജ് വിഹാറിലായിരുന്നു താമസം. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ? തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറകുപറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കെന്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, കാർത്തേക്ക് നടന്നോളൂ. ഞാൻ നടന്നോന്ന് അങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏതാനും നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസം നേരിട്ടിരുന്ന മീന ഗണേശിന് 5 ദിവസം മുമ്പാണ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒട്ടേറെ വേഷങ്ങൾ അനശ്വരമാക്കിയ നടി വ്യാഴാഴ്ച പുലർച്ചെ വിട പറഞ്ഞു. 81 വയസ്സായിരുന്നു. ഷൊർണൂരിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാസാംസ്കാരിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നിരവധി പ്രമുഖരും
കലാസ്നേഹികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വലിയ പ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞതെന്നും ഷൊർണൂരിന്റെ കലാസാംസ്കാരിക മേഖലയെ സംബന്ധിച്ച് മീന ഗണേശിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ് പറഞ്ഞു. അഭിനയരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച, ഒരുപക്ഷെ നാടകരംഗത്ത് ലൂടെ അരങ്ങേറ്റം കുറിച്ച മീന ഗണേശ് സിനിമയിലേക്കും സീരിയലിലേക്കുമെല്ലാം അഭിനയ മികവ് കൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു അതുല്യയായിട്ടുള്ള കലാകാരി കൂടിയാണ് മീന ഗണേശ്. വളരെ ഷൊർണൂരിനെ സംബന്ധിച്ച് മറ്റൊരു നാടകരംഗത്തുള്ള അതല്ലെങ്കിൽ അഭിനയ രംഗത്തുള്ള മറ്റൊരു കുലപതി കൂടി വിടുകയാണ്. നമ്മുടെ നാടകരംഗത്ത് തന്നെ പ്രഗത്ഭനായിട്ടുള്ള എൻ ഗണേശിൻ്റെ സഹധർമ്മിണി കൂടിയാണ് മീന ഗണേശ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനും സിനിമ, സീരിയൽ, നാടക രംഗത്തും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മീന ഗണേശിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താരജാടകളില്ലാതെ ലളിത ജീവിതം നയിച്ച മീന ഗണേശ് നാടിന് പ്രിയങ്കരിയായിരുന്നെന്ന് കൗൺസിലർ കെ.എം. ലത അനുസ്മരിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതാനും നാളുകളായി അവർ ഏറെ അവശതയിലായിരുന്നെന്നും കൗൺസിലർ പറഞ്ഞു. അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ 13-ാം തീയതി തീരെ വയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഒന്ന് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന്. അതിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരിതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴിഞ്ഞ 13-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി പി കെ ദാസിൽ എത്തിച്ചു. ഇതാ ഇന്ന് പുലർച്ചെ, ഇന്ന് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി മരണപ്പെട്ടു. നാടകത്തിലൂടെയാണ് മീന ഗണേശ് സിനിമയിലെത്തുന്നത്. ഏറെക്കാലം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. 1976-ൽ P.A. ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭ്രപാളിയിലെ അരങ്ങേറ്റം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി തുടങ്ങി 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ മണിക്കൊപ്പമുള്ള അമ്മ വേഷങ്ങളിൽ ഏറെ തിളങ്ങി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കന്തം പൂട്ടിലെ കന്നിനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവനോട്? ഞാൻ ഇറങ്ങുക. മാനസികവും ശാരീരികവുമായ വിഷമതകൾ മൂലം ഏതാനും വർഷങ്ങളായി അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആ പ്രതിഭ. നെഗറ്റീവ് ക്യാരക്ടറുകളും ഹാസ്യവേഷങ്ങളും ഉൾപ്പെടെ അഭിനയകലയുടെ എല്ലാ മേഖലകളും വഴങ്ങുമായിരുന്ന മീന ഗണേശന് നാടകകലയുടെ അടിത്തറ സ്വാഭാവിക അഭിനയ തികവിന് എന്നും കരുത്തായി. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്. 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ +2 പഠിക്കാം. 2-ലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് +2 ആയെന്ന് മാത്രം. കാപ്പി താമ, ഞാനിപ്പോ വരാം. വാ. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോകാൻ നാണാവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടുവരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ നിന്ന് ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. അന്തരിച്ച പ്രശസ്ത നാടകാചാര്യൻ A.N. ഗണേശിന്റെ പത്നിയാണ് മീന ഗണേശ്. സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും കലാലോകത്ത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലെന്ന പരാതികൾ
കലാസ്നേഹികൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ബിന്ദു മനോജ്, സീരിയൽ ഡയറക്ടർ മനോജ് ഗണേശ് എന്നിവരാണ് മക്കൾ. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് ശാന്തിതീരത്ത് നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആകാശവാണി തൃശൂർ സ്റ്റേഷൻ ഡയറക്ടർ എം ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഒറ്റപ്പാലം സ്വദേശിയാണ്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ സുലഭയാണ് ഭാര്യ. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. പാലക്കാട് നഗരപ്രദേശത്തെ അനധികൃത ഫ്ലക്സുകൾ നീക്കം ചെയ്തു. കോട്ടമൈതാനം, അഞ്ചുവിളക്ക് ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ യാത്രക്കാർക്കും ഗതാഗതത്തിനും ഭീഷണിയാണെന്ന പരാതികൾ വ്യാപകമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നടപടി. അഴിച്ചുമാറ്റിയ ഫ്ലക്സ് ബോർഡുകൾ നഗരസഭാ കാര്യാലയത്തിനു പിറകുവശത്തെ ഡംപിംഗ് യാർഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഡിസംബർ 18 കരാർ തൊഴിലാളികളുടെ അവകാശ ദിനമായി ആചരിച്ചു. ഷൊർണൂരിൽ നടന്ന ദിനാചരണം CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളുടെ അവകാശ ദിനം ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളികൾ ഇവിടെ ആചരിക്കുന്നു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏത് കാലഘട്ടത്തിലാണ് കരാർ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? 1991 നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് ലോകത്തെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചടങ്ങിൽ KWA കരാർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പ്രേമൻ സ്വാഗതം പറഞ്ഞു. KWA EU ജില്ലാ സെക്രട്ടറി K. രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോജ്, സവിത, കരാർ തൊഴിലാളി യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി അംഗം സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിന് SKSSFന്റെ കൈത്താങ്ങ്. മുള്ളൂർക്കരയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാന്റെ അപകട മരണത്തെ തുടർന്ന് നിർധനരായ കുടുംബത്തിനാണ് SKSSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചു നൽകിയത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാൻ ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് 4 വർഷം മുൻപേ മരിച്ചിരുന്നു. ഇതോടെ വൃദ്ധരും കിടപ്പുരോഗികളുമായ മാതാപിതാക്കളും സുലൈമാന്റെ 3 മക്കളടങ്ങുന്ന കുടുംബവും ഏറെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന് താങ്ങും തണലുമാവുകയാണ് SKSSF എന്ന സംഘടന. SKSSFന്റെ ജില്ലാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ സംഘടനയിലെ സഹപ്രവർത്തകനായിരുന്ന കുടുംബത്തിന് നിത്യവരുമാനം എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു നൽകിയത്. ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വരുമാനം ഇനി മുതൽ സുലൈമാന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പമെന്നതിൽ ഏറെ അഭിമാനിക്കുകയാണ് SKSSF എന്ന സംഘടന. 8.25 സെന്റ് സ്ഥലത്ത് 1330 സ്ക്വയർ ഫീറ്റിലാണ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം. കോഴിക്കോട് ഗാസി മുഹമ്മദ് കോയ തങ്ങൾ ക്വാർട്ടേഴ്സുകൾ സുലൈമാന്റെ കുടുംബത്തിന് കൈമാറി. ഇനി സേവനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ പ്രവർത്തനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ സമൂഹം ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീനീ സേവന രംഗത്ത് ആര് പ്രവർത്തിക്കുന്നുവോ, സുന്നത്തുമായത്തിന്റെ പ്രവർത്തനം ആര് പ്രവർത്തിക്കുന്നുവോ, അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും വലിയ ഗുണകരമായ പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സമസ്തക്കും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളാവണം. നമുക്ക് ലഭ്യമാവും നാളെ പാരത്രിക ജീവിതത്തിലേക്ക് പ്രാർത്ഥന. അതുകൊണ്ട് SKSSF ജില്ലാ പ്രസിഡന്റ് CM ഷരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹീദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ മദീനയിലേക്ക് എന്ന പ്രഭാഷണത്തിന്റെ 401ാമത് എപ്പിസോഡും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സുലൈമാൻ കുടുംബ സഹായ സമിതി കമ്മിറ്റി ചെയർമാൻ ഷഹീർ ദേശമംഗലം സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ഷമീർ VM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളാകുന്നു. ഈ മാസം 30-നകം ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം എല്ലാ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സിവിൽ സ്റ്റേഷനുകളിലെ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും. ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചത്. ജില്ലാ കളക്ടർ S. ചിത്രയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികളുടെ യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. സിവിൽ സ്റ്റേഷനിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ മാസം 26-നകം പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഹരിത ഓഫീസുകളാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഡിസംബർ 30-നകം പൂർത്തിയാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ജനുവരി 25-നകം മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുമെന്നും കളക്ടർ S. ചിത്ര പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ
സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും അദാലത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ താലൂക്കിൽ പൂർത്തിയായി. പട്ടാമ്പി താലൂക്കിൽ ഡിസംബർ 26-ാം തീയതിയാണ് നടത്തുന്നത്. അത് ഇപ്പോഴും അതിൻ്റെ പോർട്ടൽ വഴി പരാതികൾ, നിശ്ചിതമായിട്ടുള്ള വിഷയങ്ങളിലുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നൽകാം. അപ്പോൾ ആ പരാതികളിലൊക്കെ കൃത്യമായിട്ട് അദാലത്ത് തീയതിക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും. ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം. അതുകൂടാതെ പുതിയ പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഓഫീസുകൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകും. യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ വിശദീകരണം നടത്തി. തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ മോഹൻ, പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ബ്ലസ്സി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സ്വരലയ നൃത്ത സംഗീതോത്സവം ഡിസംബർ 21 മുതൽ 31 വരെ പാലക്കാട്ട് നടക്കും. 11 ദിവസങ്ങളിലായി പ്രമുഖർ അവതരിപ്പിക്കുന്ന 26 പരിപാടികൾ അരങ്ങിലെത്തുമെന്ന് സ്വരലയ സെക്രട്ടറി TR അജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായകരുടെ ഗാനമേളകൾ, ഹിന്ദുസ്ഥാനി ഉപകരണ സംഗീതം, മ്യൂസിക് ബാൻഡ്സ്, ഫ്യൂഷൻ, ഭാരതീയ നൃത്തരൂപങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി വേദിയിലെത്തും. ജീവിത വിജയം നേടിയ പ്രമുഖർക്കുള്ള ആദരം, സ്വരലയ ജയരാജ് പുരസ്കാര സമർപ്പണം, സ്വരലയ കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാര സമർപ്പണം, വിവിധ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം എന്നിവയും നൃത്തസംഗീതോത്സവത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് TR അജയൻ പറഞ്ഞു. ഒരു വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തതാണ്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പ്രതിമ പാലക്കാട് സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് സ്വരലയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രശസ്തരായ ഗായകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉടൻ സമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൂടാതെ കേരള കലാമണ്ഡലവുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നൃത്തോത്സവവും മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടുകൂടെ സ്വരലയ ഭാരവാഹികളായ വസന്ത് പാറക്കാട്, പ്രസാദ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണി യാഥാർത്ഥ്യത്തിലേക്ക്. കേന്ദ്രത്തിന് അനുവദിച്ച ജലസംഭരണിയും ജലസേചന സൗകര്യവും എന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. 4 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പ്രസിദ്ധിയാർജിച്ച പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രചാരം ലഭിച്ചിട്ടുള്ള നെൽവിത്തുകളിലേറെയും ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ സംഭാവനയാണ്. ടൺ കണക്കിന് നെൽവിത്തുകളും മറ്റും പച്ചക്കറി വിത്തുകളുമാണ് ഈ കേന്ദ്രത്തിൽ നിന്നും വർഷം തോറും വിറ്റഴിക്കപ്പെടുന്നത്. ഏറെ വരൾച്ച പ്രദേശത്തെ ഈ ഫാമിന് ചുറ്റുമായി 100 കണക്കിന് കുടുംബങ്ങളാണ് വസിക്കുന്നത്. ഇവരിൽ ഏറെയും വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവരാണ്. പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുക എന്നു മാത്രമാണ് ഈ ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴി. ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ സംഭരിച്ചുകൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുകയും പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുകയും ചെയ്യാൻ കഴിയുന്ന കൂറ്റൻ ജലസംഭരണി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ മുഹമ്മദ് മുഹസിൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. വിശദമായ ചർച്ചകൾ ചെയ്യുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി MLAയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഭാവിയിൽ ഒരു ഫാം ടൂറിസം, അതായത് ഫാമുമായി ബന്ധപ്പെട്ട് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഫാം സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകർഷകമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കൂടി കഴിയുന്ന രീതിയിലേക്ക് മാറുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഇവിടെ ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സെൻട്രൽ ഓർച്ചാർഡ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു സ്ഥാപനം പട്ടാമ്പിയിലുണ്ട്. 5 കോടി രൂപയുടെ വലിയ പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അത് അധികം വൈകാതെ അതിനുകൂടി ഭരണാനുമതി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഫാം ടൂറിസമായി ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൂടിയുണ്ട്. ഈ 2 സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഈ പദ്ധതികൾ വരുന്നതോടുകൂടി കാർഷിക മേഖലയിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് കൂടി അറിവ് ലഭിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും റിസർച്ചിനും വലിയ സാധ്യതയുള്ള രീതിയിലേക്ക് ഇത് മാറും എന്നതിൽ യോഗത്തിൽ MLAയ്ക്ക് പുറമെ ഡോക്ടർ P. രാജി, K. ശോഭ, ഡോക്ടർ PP. മൂസ, ഷഹീൻ,
ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ, ഗവേഷണ കേന്ദ്രത്തിലെയും KIDCയിലെയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ സഹസ്ഥാപനമായ വല്ലപ്പുഴ ദാറുൻ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് 30ാം വാർഷിക സനദ്ദാന സമ്മേളനം ഇന്ന് തുടങ്ങും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് വൈകിട്ട് 5 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19 വൈകിട്ട് 7 മണിക്ക് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ സെക്രട്ടറി PP വീരാൻ ഹാജി പതാക ഉയർത്തും. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. മാമോൻ ഹുദവി വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതോടൊപ്പം തന്നെ സാംസ്കാരിക സംഗമം, ഖുർആൻ ടാലന്റ് പ്രോഗ്രാം, മതപ്രഭാഷണം, ആത്മീയ സദസ്സ്, ഇഷ്ക് മജ്ലിസ് തുടങ്ങിയ വിവിധ പരിപാടികൾ, പൊതുസമ്മേളനം, ഉദ്ഘാടന സമ്മേളനം, നിരവധി സെഷനുകളിലായി വളരെ ശ്രദ്ധേയമായ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായി ഇന്ന് വൈകുന്നേരം പതാക ഉയർത്തുന്നതോടുകൂടെ സമാരംഭം കുറിക്കും. വിളംബര റാലിയും നാളെ മുതൽ ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. സമസ്തയുടെ സന്നദ്ധരായ നേതാക്കളും പാണക്കാട്ടെ സാധാർത്ഥങ്ങളും പ്രഗത്ഭരായ പ്രഭാഷകരൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കാനാണ് ഭാരവാഹികളായ. 20 വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടികൾ കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസലിയാർ ഉദ്ഘാടനം ചെയ്യും. ആത്മീയ സംഗമത്തിൽ അൻവർ അലി ഹുദവി പുളിയക്കോട് ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകും. സുലൈമാൻ ദാരിമി ഏലംകുളം സമാപന പ്രാർത്ഥന നയിക്കും. നജീബ് കാന്തപുരം MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 21 നടക്കുന്ന പരിപാടികൾ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നുസ്ര കുടുംബസംഗമത്തിൽ മുസ്തഫ ഹുദവി ആക്കോട് വിഷയം അവതരിപ്പിക്കും. വൈകിട്ട് നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ നിർവഹിക്കും. ഹാഫിൾ അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തും. ഹാരിസ് ബീരാൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 22 ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം ഉസ്താദ് ബാവ ഹുദവി പറപ്പൂർ നിർവഹിക്കും. PK മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സ്ഥാനവസ്ത്രം വിതരണം ചെയ്യും. രാത്രി 7 മണിക്ക് സ്ഥാപനത്തിൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നടക്കും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP, N ഷംസുദ്ദീൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് PK ആറ്റക്കോയ തങ്ങൾ, PP വീരാൻ ഹാജി, K ദാവൂദ് ഹാജി, സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ ആദ്യം തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ച്. വിശ്രമ ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് സർക്കാരിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നടി മീന ഗണേഷ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നാടകരംഗത്തുനിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേഷ് അഭിനയ കലയ്ക്ക് സമ്മാനിച്ചത് അതുല്യ സംഭാവനകൾ. അന്തരിച്ച തൃശൂർ ആകാശവാണി ഡയറക്ടർ M ബാലകൃഷ്ണന് നാടിന്റെ പ്രണാമം. സ്വരളയ നൃത്തസംഗീതോത്സവത്തിന് ഒരുക്കങ്ങളായി. നൃത്തസംഗീതോത്സവം 21 മുതൽ ഡിസംബർ 31 വരെ. പ്രമുഖർ അവതരിപ്പിക്കുന്ന 26 പരിപാടികൾ അരങ്ങിലെത്തുമെന്ന് സ്വരളയ സെക്രട്ടറി TR അജയൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.